ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറച്ചുകൂടെ സംശയമാണ് ഹെയർ സ്പായും ഹെയർ മാസ്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അപ്പോൾ അതിന് ചെറിയൊരു രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ എന്താണ്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെയറിൽ സ്പായും ഹെയറിൽ മാസ്കും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എന്നെ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കമൻ്റായിട്ടോ അല്ലെങ്കിൽ എന്നെ പേഴ്സണലി വിളിച്ചോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യോ ചോദിക്കാവുന്നതാണ്. അപ്പോൾ സ്പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയറിനാണെങ്കിലും ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്ത നോർമൽ നാച്ചുറൽ ഹെയറിലാണെങ്കിലും നമുക്ക് സ്പാ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. സ്പാ അപ്ലൈ ചെയ്യുമ്പോൾ വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്രീമാണ്, പ്രോട്ടീൻ ക്രീമാണ്. അതേപോലെ തന്നെ അതിൽ നമ്മൾ ഇപ്പോൾ ഹെയർ ഡാൻഡ്രഫ്, ഡ്രൈനസ്, ഹെയർ ഫോള് എന്നീ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ സ്പാ ചെയ്യുന്നത്, ഹെയറിൽ സ്പാ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമുക്ക് എല്ലാ വൈറ്റമിൻസും മിനറൽസും കാര്യങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് നോക്കാനോ എടുക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്പായ്ക്കുള്ള, അപ്പം അതുകൊണ്ട് തന്നെ മുടിക്കുള്ള ആരോഗ്യവും ശക്തിയും അതേപോലെ തന്നെ ആ ഒരു ചില ഹെയർ കണ്ടിട്ടുണ്ടോ, അത് ഒട്ടും ആരോഗ്യമില്ലാത്ത പോലെ കിടക്കും. അപ്പോൾ അങ്ങനെയുള്ള ഹെയറിനൊക്കെ നമ്മൾ ഇതുപോലെ സ്പായും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ഹെൽത്തി ഹെയർ ആയിട്ട് നമ്മൾ കൊണ്ടുവരും. മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡൈ ഉപയോഗിക്കുമ്പോൾ അതേപോലെ ഹെന്ന യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിൽ ക്യൂട്ടിക്കിൾസ് ഓപ്പൺ ആകും. അപ്പോൾ അതിനെ ആ ക്യൂട്ടിക്കിൾസ് ഓപ്പൺ ആകുമ്പോൾ തന്നെ നമുക്ക് ഡ്രൈനസ് ഫീൽ ചെയ്യും, ഹെയർ പൊട്ടാൻ തുടങ്ങും, അതേപോലെ തന്നെ സ്പ്ലിറ്റ് ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്കെങ്കിലും യൂസ് ചെയ്യണമെന്ന് പറയണത്. അപ്പോൾ കൂടുതലും ഹെയർ സ്പാ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ബൈ ബൈ, സീ യു.